ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും മുത്തുമണീസ്? ഞാൻ പറയും അത് ഒറ്റപ്പെടലിൻ്റെ വേദനയാണെന്ന്. ഇത്രയും നാളത്തെ ജീവിതാനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നതും അതാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിങ്ങലാണ് ഈ ഒറ്റപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അച്ഛനമ്മമാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദനം മഹാത്മാ ജനസേവന കേന്ദ്രം. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥാപനം ഇപ്പോൾ തുടങ്ങിയത് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അറിയുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ചേച്ചിയാണ് നമ്മളെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത്. ഇങ്ങനൊരു സംരംഭം ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് നമ്മുടെ ചേച്ചി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ കുറേ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട് എന്നറിയുന്നത്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്തോ എല്ലാവരും കാണുമ്പോൾ ഒരു വിഷമം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അത്തമ്മയുടെയും അത്തത്താടെയും ഒക്കെ പ്രായമുള്ള എല്ലാവർക്കും, അതുകൊണ്ട് കാണുമ്പോൾ ഒരു വിഷമവും ഉണ്ട്. പിന്നെ പല സാഹചര്യത്തിലൂടെയും വിഷമങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന അച്ഛനമ്മമാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കഴിയാൻ പറ്റട്ടെ, മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. നമുക്ക് പുറത്തിടക്കുന്ന പല കാരണങ്ങളും കാര്യങ്ങളും ഇങ്ങനെയാണ്, ജാതിയുടെയും മതത്തിൻ്റെയും പേര് അടി കൂടുവാണ്. പക്ഷെ ഇത്രയേ ഉള്ളൂ മനുഷ്യര്. നമുക്കൊരു സാഹചര്യം വരുമ്പോൾ നമ്മളിങ്ങനെയാണ്, എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒന്നിച്ച് നിൽക്കണം. നിങ്ങളും അതുപോലെ തന്നെ കൂടപ്പിറപ്പുകളായിട്ട് ഇവിടെ ഒരുപാട് വർഷക്കാലം ആയുസ്സും ആരോഗ്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കണ്ടപ്പം സങ്കടമാണോ വിഷമമാണോ ഒന്നും അറിയുന്നില്ല. പടച്ചവൻ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ കാലം ഭക്ഷണവും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാം പടച്ചവൻ അനുഗ്രഹിച്ച് എല്ലാം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിനു തോമസ് എന്ന് പറയുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ്റെ വീടും പരിസരവും ജനസേവന കേന്ദ്രത്തിന് വേണ്ടി മക്കൾ ഉപേക്ഷിച്ച ഈ അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊക്കെ വന്നു. പിന്നെ ഞാൻ പിടിച്ചു നിന്ന് നാണക്കേടല്ലേ. അവിടെ ഒരു മൂലയിൽ വെച്ച് പൊന്നൂനും മോനൂട്ടനും ചോറ് കൊടുത്തു. കാരണം എക്സാം കഴിഞ്ഞ് നേരെ വിളിച്ചോണ്ട് വരുമായിരുന്നു കേട്ടോ. അവിടുത്തെ കൊച്ചുമോളാണ്. ഇവിടുത്തെ സൗകര്യക്കുറവ് മൂലമാണ് ഇവിടെ ഒരുപാട് പേര് താമസിപ്പിക്കാൻ പറ്റൂല കേട്ടോ. അച്ഛനമ്മമാർ കൂട്ടി 12 പേരും പിന്നെ അവരെ നോക്കാൻ ഒരു 3 പേരും. സത്യം പറഞ്ഞാൽ ആഹാരം, വസ്ത്രം, അവരുടെ മരുന്നുകൾ അത്രമാത്രം മതി. ഇന്ന് എനിക്ക് സാധിച്ചെങ്കിൽ നാളെ നിങ്ങൾക്കും സാധിക്കും. ചെയ്യില്ലേ മുത്തുമണീസ്?